ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഇപ്പോ ചൂട് കുറവുണ്ടോ? ഞാൻ ഒന്നുകൂടെ ആ തുണി നനച്ചിട്ടണോ? വേണ്ട രവിയേട്ട, തലവേദനയ്ക്ക് അല്പം ആശ്വാസമുണ്ട്. വേണമെങ്കിൽ കുറച്ച് ബാം പുരട്ടിത്തരാം. വേണ്ട, ഇപ്പം ഞാൻ ഓക്കെ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. മാത്രമല്ല, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരാൻ നോക്കുന്നത് തന്നെയാ ബുദ്ധി. പിന്നെ അനന്തം മാഷിനോട് മാപ്പ് ചോദിക്കുന്നതിൽ ദുരഭിമാനം തോന്നേണ്ട കാര്യമൊന്നുമില്ല ഹർഷേ. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും വലിയ തെറ്റാ നിങ്ങൾ ചെയ്തേ. ഇപ്പം അദ്ദേഹം നിങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറായ ഭാഗ്യമായിട്ട് മാത്രം കരുതിയാൽ മതി. എനിക്ക് ക്ഷമ ചോദിക്കാൻ ഒരു മടിയില്ല രവിയേട്ട. പക്ഷേ സുശീലാൻറ്റി അതിന് തയ്യാറാവുമെന്നാ. ജയിലിൽ പോകേണ്ടി വന്നാലും അനന്തൻ മാഷിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ സുശീലാൻറ്റി തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ തയ്യാറാവും. ആ, ജയിലിൽ പോകേണ്ടി വന്നാലുള്ള അവസ്ഥ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. അതിന് ഞാൻ മുമ്പ് ജയിലിൽ പോയിട്ടുണ്ടോ? രവിയേട്ടൻ പറയുന്ന കേട്ട് അങ്ങനെ തോന്നുമല്ലോ. ഹേയ് എടോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഈ സംഭവത്തിന്റെ സീരിയസ്നെസ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാ പറഞ്ഞേ. ഞാൻ വിളിച്ചു നോക്കാം. ആന്റി സമ്മതിക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. എന്തായാലും നീ ഒന്ന് വിളിക്കേ. അവര് സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. എന്നാ ആരാ രവിയേട്ട വന്നേ? അവനാ ആ മുരുകൻ. എന്താ വന്നത്? ഹർഷ മേഡത്തെ ഒന്ന് കാണണം. മുരുകനാണെന്ന് പറഞ്ഞാ മതി. ആ, നമസ്കാരം മേഡം. ഞാൻ സുശീലാന്റെ പോയി കണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് നേരായ വഴിക്ക് കാശ് കിട്ടുമെന്ന് തോന്നില്ല. വാങ്ങിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അതിനു മുമ്പ് മേഡത്തിന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയണം. മുരുക, ദയവ് ചെയ്ത് നീ ഞങ്ങളെ ശല്യം ചെയ്യരുത്. 25,000 രൂപ ഞാൻ നിനക്ക് തന്നില്ലേ? ഇനിയൊന്നും തരാൻ പറ്റില്ല. മാഷിന്റെ ബാഗ് തട്ടിയെടുക്കാൻ നിന്നെ ചുമതലപ്പെടുത്തിയത് ഞങ്ങളാണെന്ന് എല്ലാവരും അറിഞ്ഞു. അതിന്ന് നിന്നെ അടക്കം എങ്ങനെ രക്ഷിക്കുമെന്ന് ആലോചിച്ചുണ്ടിരിക്കുക ഞങ്ങളിപ്പോ. അയ്യോ, എന്നെ ആരും രക്ഷിക്കണ്ട മേഡം. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിങ്ങൾ എനിക്ക് കാശ് തന്നാ മാത്രം മതി. എടാ മുരുക, നീ കരുതും പോലെ ഒന്നുമല്ല കാര്യങ്ങള്. നിങ്ങളുടെ ആരുടെയും കൈ നിൽക്കാത്ത വിധം സംഭവം കൈവിട്ട് പോയിരിക്കുക. എടോ, അനന്തം മാഷ് പോലീസിൽ പരാതി കൊടുത്താൽ നിങ്ങളെല്ലാവരും കുടുങ്ങും. ഒന്നാം പ്രതി നീ ആയിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം നീ എങ്ങോട്ടെങ്കിലും മുങ്ങുന്നതായിരിക്കും നല്ലത്. എന്റെ സാറേ, പോലീസിന്റെ ഗുണ്ടാലിസ്റ്റി പേരുള്ളവനായി മുരുകൻ. എന്റെ പേര് കേസുണ്ടെങ്കിലേ ഞാൻ എവിടെ പോയി വിളിച്ചാലും പോലീസ് എന്നെ പൊക്കും. സാധാരണ ഞങ്ങളുടെ കൊട്ടേഷൻ പാളിയാ. കൊട്ടേഷൻ തന്നയാളെ ഞങ്ങൾ ഒറ്റുകൊടുക്കാറില്ല. പകരം അവര് തരുന്ന കാശും വാങ്ങി ജയിലിൽ പോയി കിടക്കുന്നതാ ഞങ്ങളുടെ രീതി. എന്നാ പണി ചെയ്ത കാശ് തന്നില്ലെങ്കിൽ ഞങ്ങളുടെ രീതി വേറെയാ. കൊട്ടേഷൻ വിവരം പോലീസിനെ അറിയിച്ച് സ്റ്റേഷനിൽ പോയി കീഴടങ്ങും. ഈ കേസിൽ അനന്തം മാഷ് പരാതി കൊടുത്തില്ലെങ്കിൽ ഞാൻ പോയി കുറ്റയേറ്റ് പറയും.
പിന്നെ എനിക്ക് കൊട്ടേഷൻ തന്ന മാന്യ വനിതകളെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അപ്പൊ ശരി മാഡം, നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാം. മുരുക, എന്താ സാറേ? മുരുക, നീ കീഴടങ്ങൊന്നും വേണ്ട. നിനക്കുള്ള 1 ലക്ഷം ഞാൻ തന്നോളാം. ദയവ് ചെയ്ത് എൻ്റെ ഭാര്യയെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണം. ശരി സാർ, 1 ലക്ഷം തന്ന സാറിന്റെ ഭാര്യയ്ക്ക് പ്രശ്നമില്ലാണ്ട് ഞാൻ നോക്കിക്കോളാം. ബാക്കി 75,000 കൂടിയുണ്ട്. അത് ഞാൻ സുശീലാന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. അവര് തന്നില്ലെങ്കിൽ അവരുടെ മക്കൾ ആ കാശ് എനിക്ക് തരും. അപ്പൊ ശരി സാറേ, എനിക്ക് ഓൺലൈൻ വഴി മാഡം 25,000 രൂപ അയച്ചിട്ടുണ്ട്. സാറും അതുപോലെ അയച്ചാൽ മതി. ഓട്ടെ മാഡം. ശരി ഹർഷേ, രവി 1 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞപ്പോ മുരുകൻ നിന്നെ ഇനി ശല്യം ചെയ്യില്ലാന്ന് പറഞ്ഞല്ലോ. അത് മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. മുരുകന്റെ കാര്യം ആന്റി എങ്ങനെയെങ്കിലും ഒതുക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ സത്യനും അനുവും ഇവിടെ വന്ന് പറഞ്ഞ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം നമ്മൾ എടുക്കണ്ടേ ആന്റി? എന്ത് തീരുമാനം എടുക്കാന്?